പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെടും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അമീൻ, സ്തോത്രം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ശക്തി, ഹല്ലേലൂയ. അമ്മീ, ഒരുവന്റെ മേൽ അവന്റെ ജീവിതത്തെ, അമ്മീ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് അവന്റെ ജീവിതത്തെ തിരുത്തി കുറിക്കുന്നതായി മാറി. ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് അവന്റെ ചുറ്റുപാടുമൊക്കെ ഹല്ലേലൂയ വിചാരിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം അവന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അവന്റെ സ്ഥിതിഗതികൾക്ക് ദൈവം വ്യത്യാസം കൊടുത്തു. അവൻ മറ്റുള്ളവർ ആശ്ചര്യപ്പെടുമാറ് അവരുടെ കൺമുമ്പിൽ തന്നെ അവർക്ക് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരാക്കി ദൈവം വലിയൊരു പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അയച്ച് അവരുടെ കണ്ണുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വലിയൊരു ദൈവപ്രവർത്തികളിലെ ദൈവം ചെയ്തപ്പോൾ ഹല്ലേലൂയ, ജനമൊക്കെയും ദൈവത്തെ പുകഴ്ത്തി. ഹല്ലേലൂയ, ജനമൊക്കെയും ദൈവത്തെ സ്തുതിച്ചു. അവരുടെ അകത്ത് അത്രമാത്രം വലിയൊരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അവർക്ക് വിസ്മയമായി പരിഭ്രമം, അവരെന്ത് ചെയ്യുക, പേടിക്കുകയും ചെയ്തു, അവർക്ക് ആശ്ചര്യമാകുകയും ചെയ്ത ഒരു ദൈവപ്രവൃത്തിയാണ് അവിടെ. നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3:10 ഇങ്ങനെ പറയുകയാണ്: ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ പിശ അയച്ചുകൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതെ കുറിച്ച് വിസ്മയും പരിഭ്രമവും നിറഞ്ഞവരായി. നോക്കുക, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ ഗോപുരത്തിങ്കൽ, ഹല്ലേലൂയ. ആ ദേവാലയത്തിന്റെ പേര് സുന്ദരമാ. പക്ഷെ ആ അകത്ത് സുന്ദരമാണെങ്കിലും അതിന്റെ പുറത്ത് സുന്ദരമല്ലാത്ത, കാണുവാൻ ഹല്ലേലൂയ കഴിയാത്ത, വിഷമം തോന്നുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു മനുഷ്യൻ അവിടെ ഈ ഭിക്ഷ അയച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അവന്റെ ശാരീരിക സ്ഥിതി മനസ്സിലാക്കുകയാണെങ്കിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനാണ് അവൻ. ഹല്ലേലൂയ. അവനെ എന്ത് ചെയ്യാ, അവന്റെ ജനനം മുതൽ അവന് ഹല്ലേലൂയ ഒരു അറിവ് വരുന്ന ആ സമയം തൊട്ട് ഗർഭം മുതൽ, അതായത് അമ്മയുടെ മുടന്തനായ ഒരു മനുഷ്യൻ എന്നാൽ എന്ത് ചെയ്യാ, അവനെ ഫിഷ് അയക്കുന്ന ആ ഒരു അവന് മറ്റുള്ളവര് മനസ്സിലാക്കാൻ തുടങ്ങുന്ന ആ സമയം വരെ എന്ത് ചെയ്യുകയാണ്, ദേവാലയത്തിന്റെ ആ ദേവാലയത്തിന് മുമ്പിൽ എന്ത് ചെയ്യുക, ദിനം പ്രതി കൊണ്ടിരുത്തുമാറുണ്ട് എന്ന്. അല്ലെങ്കിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ അവൻ ഭൂമിയിലേക്ക് ജനിച്ച് വീണപ്പ തൊട്ടേ അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, അവന്റെ സന്തോഷമില്ലാത്തൊരു അനുഭവമാണ് അവൻ ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോഴേ അവന് ഹല്ലേലൂയ അവൻ ഈ ഭൂമിയിൽ ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന് നടന്നാണ് ഒരു കണ്ണന്തിയ അവന് അവന്റെ ജീവിത ബലഹീനത കൊണ്ട് മറ്റുള്ളവർ അവനെ അവന്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവരുടെ സമയത്തിന് വേണ്ടി അവൻ കാത്തിരിക്കേണ്ടി വരും. അവനെ അങ്ങോട്ടൊന്ന് കൊണ്ടിരുത്തുവാൻ, അല്ലെ ഇവിടോട്ടൊന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാനൊക്കെ ഈ മറ്റുള്ളവരെ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രവൃത്തി അവൻ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ജനത്തിന്റെ നടുവിലേക്ക് യെരൂശലേമിലേക്ക് വന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്ത് ഹല്ലേലൂയ അവിടെ പത്രോസും യോഹന്നാന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി അവര് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന ഒരു സമയത്താണ് ഈ മനുഷ്യനെ അവിടെ കൊണ്ടിരുത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ പ്രാർത്ഥനാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ ഗർഭം മുതൽ ഉടന്തനായ ഒരു മനുഷ്യൻ ചിലർ കൊണ്ടുവന്നു. സ്തോത്രം. അതിനു മുമ്പോ അല്ലെങ്കിൽ ഇവര് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്തിന് മുമ്പോ അത് കഴിഞ്ഞ ശേഷമായിരിക്കും ഒരു പക്ഷെ എന്ത് ചെയ്യുക, ഇവനെ കൊണ്ടിരുത്തുക. എന്നാല് ഹല്ലേലൂയ അവിടെ പറയുന്ന അവൻ എന്ത് ചെയ്യുക, 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ ഹല്ലേലൂയ ഗർഭം മുതൽ ഒരാളെ ചുമന്ന് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ ഇരുത്തുമാണ്. അപ്പൊ നോക്കുക, ഇവർ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ സമയത്ത് അതേ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഇവനെയും അവിടെ കൊണ്ടുവരുന്നത്. അത് കണ്ടപ്പോൾ പത്രോസിന്റെ നേരെ, ഇവരുടെ നേരെ, യോഹന്നാന്റെ നേരെ വല്ലം കിട്ടുമെന്ന് കരുതി എന്ത് ചെയ്തു, ഈ മനുഷ്യൻ കരം നീട്ടി. കാരണം അവന് മറ്റു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അവന്റെ ആഹാരത്തിന് പോലും അവന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി അവൻ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അല്ലെങ്കിൽ എന്നാൽ എന്ത് ചെയ്യും, വല്ലതും കിട്ടുമെന്ന് കരുതിയിട്ട് ഹല്ലേലൂയ അവരെ നോക്കുവാനിടയായി.
എന്നാൽ പത്രോസ് പറയുകയാണ് അപ്പോൾ, ഹല്ലേലൂയ, വെള്ളി നീ ചോദിക്കുന്ന പൈസ ഒന്നും തരാൻ എനിക്കില്ല, എന്നാൽ എനിക്ക് ഒന്നും തരവാനുണ്ട്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നിനക്ക് സൗഖ്യം ഞാൻ നിനക്ക് നൽകുകയാണ്. മതി നീ ഇനി ഇവിടെ ഇരുന്നത്. ഹല്ലേലൂയ, നിന്നെ ഇരുത്തുന്ന ഒരു ഹല്ലേലൂയ ശക്തിയല്ല ഇത്, നിന്നെ നടത്തുന്ന ഒരു ശക്തിയാണ്. ഹല്ലേലൂയ, ആ പത്രോസ് അവന്റെ കരുത്തിൽ കൊടുത്തു പറയാ, ഇനി നീ ഇവിടെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ, ഇനി നീ മറ്റുള്ള മുമ്പ് കൈ നീട്ടത്തില്ല. നിന്നെ ഇരുത്തുന്ന ഒരു ശക്തിയല്ല കേട്ടോ, ഇരുത്തുന്ന ശക്തി പൈശാചികമാണ്. ഹല്ലേലൂയ പ്രാകൃതമാണ്. എന്നാൽ എഴുന്നേൽക്കുന്ന ശക്തി ഹല്ലേലൂയ ഹല്ലേലൂയ അത് ഹല്ലേലൂയ ഉയരത്തുന്നുള്ള ശക്തിയാണ്. അത് ഹല്ലേലൂയ യേശുവിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, പത്രോസ് അവന്റെ നേരെ കരം നീട്ടിയപ്പോൾ ഹല്ലേലൂയ അവന്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ക്ഷണത്തില് അവന്റെ കാലും നരിയാണി മുറിച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ, നോക്ക് പ്രിയപ്പെട്ട, ഒരിക്കലും അവനും വിചാരിച്ചു കാണത്തില്ല അന്ന് അവന്റെ വിടുതൽ ദിവസമാണ്. ഹല്ലേലൂയ, എന്നാൽ ആ വിടുതൽ സംഭവിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവശക്തി പ്രാപിച്ചവൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശുശ്രൂഷകൻ, അഭിഷക്തൻ, അപ്പോസ്തലൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ബലഹീനായ മനുഷ്യന്റെ നേരെ കരം നീട്ടിയപ്പോൾ, കഴിവില്ലാത്തവൻ, യോഗ്യതകൾ പറയുവാനില്ലാത്തവൻ, മറ്റുള്ളവനെ ആശ്രയിക്കുന്നവൻ, അവന്റെ നേരെ കരം നീട്ടിയപ്പോഴാണ് ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ വിടുതൽ സംഭവിച്ചത്. നോക്കി, ഇവനെ കൊണ്ടിരുത്തുന്നവർ എന്ത് ചെയ്യാ, അവനെ കൊണ്ടിരുത്തിയാണ്. അവരുടെ ഒറ്റ ഉദ്ദേശം വിജയാദിക്കുക, അവനെ അവിടെ കൊണ്ടിരുത്തുക. അല്ലെങ്കിൽ അവന് ഒരു സൗഖ്യം വേണമെന്നോ വിടുതൽ വേണമെന്നോ എന്ത് ചെയ്യുക അവരാഗ്രഹിച്ചിട്ടുണ്ടാവില്ല. കാരണം അവനെയും കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ, അതുകൊണ്ട് എന്ത് ചെയ്യാ, അവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണമെന്നോ അവനൊരു നല്ല ജീവിതം ഉണ്ടെന്നോ ആഗ്രഹിക്കുന്നവരല്ല അല്ലായിരിക്കാം ഒരു പക്ഷെ അവർ. പ്രിയപ്പെട്ടവര്, നമ്മളെയും നമ്മുടെ നന്മകളെയും നമ്മൾ വലിയതിലേക്ക് പോകാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശാലതകൾ ഉണ്ടാകാതെ, നാം ഇരുന്നിടത്ത് ഇരുന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അവര് വാങ്ങിച്ച് നമുക്കൊരു ഉയർച്ചയുണ്ടാകും. ഒരു പക്ഷേ ഇതിൽ കേൾക്കുന്ന വ്യക്തിയെ, പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് വന്നൊരു ചെയ്ത് ഞാൻ പറഞ്ഞത്, വിവാഹപ്രായമായിട്ടും ഹല്ലേലൂയ വിവാഹം കഴിക്കാൻ കഴിയാതെ, ഭവനത്തിലുള്ളവർ തനിക്ക് വേണ്ടി ഒന്നും ചിന്തിക്കാതെ, ഒന്നും കരുതാതെ, ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ പ്രായം തന്നെ പോലെയുള്ള അനേകര് അനേക തന്റെ ഒപ്പം പഠിച്ചവരൊക്കെയും നല്ല നിലവാരത്തെ കുഞ്ഞുങ്ങളുമായി വിവാഹം കഴിഞ്ഞ് അവരും ഹല്ലേലൂയ മറ്റൊരിടത്തേക്ക് പറക്കുമ്പോൾ ഹല്ലേലൂയ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹല്ലേലൂയ മേഖലയിലേക്ക് പോകാൻ കഴിയാതെ നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുന്നവരുണ്ടാകാം. ഒരു പക്ഷേ നിങ്ങൾ ഹല്ലേലൂയ അവിടുന്ന് പോയാൽ മാറിപ്പോയി അവരുടെ നന്മകൾ നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പോലും ഹല്ലേലൂയ തടസ്സമാകുന്നവരുണ്ടാകാം. ഈ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ എന്നോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അവിടെ നിന്ന് പോയാൽ ആ നന്മ ലഭിക്കാതിരിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളെ ഉയർച്ചയ്ക്കെതിരായൊക്കെയും തടസ്സങ്ങളിട്ട് നിങ്ങൾക്ക് നന്മ കാണിക്കാതെ നന്മയിലേക്ക് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറാൻ കഴിയാതെ നിങ്ങളെ ഒതുക്കി വെക്കുന്ന ഒരു മേഖല ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ ആ മനുഷ്യന് പിശയാദിച്ച ആ പൈസ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവനെ കൊണ്ട് എന്തായാലും ഇവന് ഈ പൈസ എടുത്തുകൊണ്ട് വാങ്ങാൻ കഴിയത്തില്ല, ഒന്നും വാങ്ങിക്കാൻ കഴിയത്തില്ല. അപ്പം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് തന്റെ ജീവിതത്തിന് അടിച്ചേൽപ്പിച്ച് അവന്റെ ഇഷ്ടത്തിനു വേണ്ടി അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഈ മനുഷ്യനെ കരുവാക്കുന്ന ഒരു മേഖല പ്രിയപ്പെട്ടവർ എത്ര കഷ്ടകരമേറിയ ഒരു അവനൊന്നും ചെയ്യാൻ കഴിയില്ല, അവൻ ബലഹീനാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയ ദൈവം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ദൈവം എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. ഇവൻ ഇരിക്കുന്ന ആ സ്പോട്ടിൽ തന്നെ ആ പ്രാർത്ഥനാ വീരന്മാരായ അഭിഷക്തന്മാർ അവിടെ കടന്നു വരുവാനിടയായി. നോക്കുക, അവന്റെ വിടുതലിന്റെ സമയം അതായിരുന്നു. ഹല്ലേലൂയ. നോക്കുക, അവിടെ പറയുകയാണ്, വെള്ളി ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന വെള്ളിയും ഈ ഭൂമി നശിച്ചു പോകുന്ന പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നശിക്കാത്ത എന്നേക്ക് നിലനിൽക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമം ഞാൻ നിന്റെ മേൽ പകരുകയാണ്. ആ നാമത്തിൽ എന്ത് ചെയ്യാ ഹല്ലേലൂയ നിനക്ക് വിടുതൽ നൽകാൻ കഴിയും. നിനക്ക് സൗഖ്യം നൽകാൻ വരുന്ന നാമമാണ് ആ നാമം. ആ നാമത്തിൽ എന്ത് ചെയ്യും? നിനക്ക് സൗഖ്യം നൽകാൻ. അതുകൊണ്ട് ആ നാമം നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞിട്ട് അവന്റെ യേശുവിന്റെ നാമത്തിൽ അവന്റെ കൈക്ക് പിടിച്ച് ഹല്ലേലൂയ എഴുന്നേറ്റ് അവന്റെ നാമം നടക്ക എന്ന് പറഞ്ഞു. അവൻ ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാം? ആമേൻ, ഹല്ലേലൂയ.
യേശുക്രിസ്തു നാം നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ വലം കൈക്ക് പിടിച്ചേന്തി എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ക്ഷണത്തിൽ അവന്റെ കാലും കൈയും ഉറച്ചു നിന്ന് ഉറച്ച് കുതിച്ചെഴുന്നേറ്റു. സ്തോത്രം. ക്ഷണത്തിൽ പെട്ടെന്ന് ആമേൻ ഹല്ലേലൂയ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. ഹല്ലേലൂയ. ആ നരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഞരമ്പാണ്. ഞരമ്പിന്റെ എന്ന് പറയുന്നത് അമ്മ നോക്കുക, ഒരു നമ്മുടെ നട്ടലിന് ഒരു എന്താണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ഉറച്ചു നിൽക്കണം. പക്ഷെ നരിയാണി ഉറച്ചു എന്നാ പറയുന്നത്. അല്ലെങ്കിൽ ആ നരിയാണി എന്ന് നമ്മൾ മുട്ടോളമല്ല, അല്ലെങ്കിൽ നരിയാണിയോളം എന്ന് വെച്ചാല് നീന്തുവാൻ കടക്കാത്ത വിധം. അല്ലിയ നമ്മുടെ കാലിന് ബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആ ദൈവത്തിന്റെ ശക്തി ഇവന്റെ മേൽ പകർന്നപ്പോൾ ഇവന്റെ നരിയാണി സകല നരിയാണികളും സകല ഹല്ലേലൂയ ഞരമ്പുകളും മേലും ദൈവത്തിന്റെ ശക്തി ഇറങ്ങിച്ചെന്നപ്പോൾ അല്ലെ അവൻ ക്ഷണത്തിൽ അവന്റെ കാലും ഹല്ലേലൂയ ഉറച്ച് അവൻ എന്ത് ചെയ്യുക കുതിച്ചെഴുന്നേറ്റു. സ്തോത്രം. എന്നിട്ട് നോക്കുക, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണാൻ അവന്റെ വിടുതൽ അന്നാണെന്ന്. എന്നാൽ അല്ല അവന്റെ വിടുതൽ നടന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? നടന്നു. അല്ലെ ആദ്യം എന്ത് ചെയ്യുക? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പിന്നെ നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ഹല്ലേലൂയ ദേവാലയത്തിൽ കണ്ടു. അവൻ ആദ്യം എന്താ ചെയ്തത്? അവനെ വിടുതൽ അവനെ ഹല്ലേലൂയ ഈ ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ കടന്നു പോവുക. ആലയത്തിലേക്ക് ഇവരിലൂടെ സൗഖ്യം പ്രാപിച്ചവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു. ദൈവത്തോടുള്ള അവന്റെ സ്നേഹം. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ നടന്ന് ദൈവത്തെ പുകഴ്ത്തി അവരോട് കൂടെ എന്ത് ചെയ്തു? ആലയത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളെ അയക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലണം കേട്ടോ. ആ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലണം കേട്ടോ. നമ്മൾ സത്യദൈവത്തെ ആരാധിക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, അവൻ ആലയത്തിലേക്ക് കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും കണ്ട് ജനമൊക്കെയും അത് കണ്ടു. ഹല്ലേലൂയ. ഒക്കെ അകത്തവൻ ദൈവത്തെ സ്തുതിക്കാൻ പോയി, പുറത്ത് അവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, ജീവന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, രക്ഷ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോശം നീതിമാന്മാരുടെ കൂടാരം ഉണ്ടാവെന്ന് പറയുമ്പോൾ, ആ കൂടാരം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ഹല്ലേലൂയ. ഈ മന്ദിരത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി പുറപ്പെടുമ്പോൾ ഉറയ്ക്കാത്തതും ബലഹീനമായതും ബലമില്ലാത്തതും എന്ത് ചെയ്യും? ഉറയ്ക്കുവാൻ ഇടയാകും. സ്തോത്രം. അവൻ എന്ത് ചെയ്തു? നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. നോക്കുക, അവൻ നടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. ഒരിടത്ത് ഒതുങ്ങിയിരുത്തിയവനാ. ഹല്ലേലൂയ. മനുഷ്യൻ എന്നും കൊണ്ടിരുത്തുന്നവനാ. എന്നാൽ ദൈവം അവനെ എന്ത് ചെയ്യുക? ഉയർപ്പിച്ചു. മനുഷ്യന്റെ ചിന്താഗതികളോ മനുഷ്യന്റെ ഇഷ്ടങ്ങളോ അവന്റെ നിരൂപണങ്ങളോ അവന്റെ ആഗ്രഹങ്ങളോ ഒന്നുമല്ല ഹല്ലേലൂയ ഒരു മനുഷ്യൻ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം എഴുതിയത്, ദൈവം അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പറഞ്ഞത് അതവിടെ സംഭവിക്കുവാൻ ഇടയാകും. ജനത്തിനല്ല കഴിവുള്ളത്, മനുഷ്യന്റെ പ്രവൃത്തിയിലല്ല കഴിവുള്ളത്. യഹോവയായ ദൈവത്തിന് ജീവിക്കുന്ന ദൈവം അവൻ എന്ത് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എന്നിട്ട് ഈ ജനം പറയുകയാണ്, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് വിഷയച്ചോടുന്നല്ലേ ഹല്ലേലൂയ എന്നറിഞ്ഞ് അവന് വിസ്മയം, അവർക്ക് പരിഭ്രമം, ദൈവത്തെ അവര് ഭയപ്പെട്ടു. സ്തോത്രം. ഇത്രയും ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടോ? ഇവന് അത്ഭുതത്തിന്റെ പ്രവൃത്തി നടന്നല്ലോ എന്നോർത്ത് എന്ത് ചെയ്തു? അവര് ഹല്ലേലൂയ പരിഭ്രമം വിസ്മയം നിറഞ്ഞവരായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, ദൈവത്തിന്റെ വലിയ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു പക്ഷേ ജീവിതത്തില് മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷെ എന്നാൽ പലപ്പോഴും ഒതുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ, ഒരു വിശാലമായ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ, ഇതെങ്ങനെ സാധ്യമാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ നീ ഇരിക്കുന്നിടത്തല്ല കേട്ടോ ഇരിക്കുന്നത്. ദൈവം നിന്നെ വിശാലത്തിൽ കൊണ്ടുപോകും. ദൈവം നിന്നെ എത്തിക്കേണ്ട സ്ഥാനങ്ങളുണ്ട്. ദൈവം നിനക്ക് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അതിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, മറ്റുള്ളവർ കാണെ ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നീയെ ഉയർത്തത്തില്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, നീ നശിച്ചു പോകത്തുള്ളൂ, നിനക്കൊരു ഭാവി ഉണ്ടാകത്തില്ല പറയുന്നവരുടെ മധ്യ എന്ത് ചെയ്യും? നിന്റെ ശത്രുക്കൾ കാണുകയും. എത്രയും നാളും നീ ഫീച്ച അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ ചുറ്റുമുള്ളവര്. അവരൊരിക്കലും വിചാരിച്ചു കാണത്തില്ല ഈ കൊച്ചിനൊരു ജീവിതം, ഒരു ഭാവി ഉണ്ടാകുമെന്ന്. ഇവൻ എഴുന്നേൽക്കുന്ന ഒരു നാളും വിചാരിച്ചു കാണുമെന്ന് എന്ത് ചെയ്യാ? ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിചാരമോ മനുഷ്യന്റെ ഇഷ്ടമോ മനുഷ്യന്റെ ആഗ്രഹമോ ഒന്നുമല്ല
ഒരു ദൈവഭജന ജീവിതം നടക്കുന്നത്, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്ന, അമ്മേ ദൈവസനിലായിരിക്കുന്ന ദൈവഭജന ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ ചെയ്യും. ഇവൻ മറ്റൊരിടത്തും ഇവനെ കൊണ്ടിരുത്തുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ ദേവാലയത്തിന് മുമ്പിലാണ് എന്ത് ചെയ്യാ കൊണ്ടിരുത്തുന്നത്. ഓക്കെ, ആ ദൈവത്തിന്റെ അമ്മേ ഹല്ലേലൂയ തന്റെ ദാസന്മാർ പ്രാർത്ഥിക്കാൻ വരുന്ന ആലയത്തിൽ തന്നെ, ദൈവത്തിന്റെ ആലയത്തിന് മുമ്പിൽ തന്നെ എന്ത് ചെയ്യുക? ദൈവത്തിന്റെ പ്രവൃത്തികൾ വിടുവാനിടയായി. പ്രിയരെ, നിങ്ങളെ ചെയ്ത അത്ഭുതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണോ? നിശ്ചയമായും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും കേട്ടോ. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞ മാറാ ദൈവമാണ്. നിങ്ങളെ ആര് തകർക്കുമെന്നും, ആർക്കും നിങ്ങളില്ലെങ്കിലും ഹല്ലേലൂയ, ആരും നിങ്ങളെ സഹായിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. മരിച്ചവരുടെ ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്, മരിച്ച ദൈവത്തെ അല്ല നാം ജീവിക്കുന്ന ദൈവത്തെ, ആ ദൈവത്തിന്റെ ശക്തി ഇന്നും അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കാം, ദൈവത്തിന്റെ പാതയിലായിരിക്കാം. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ആമേൻ.